ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കിവിടെ സുഖമാണ്. എന്നെ അറിയായിരിക്കുമല്ലോ കുറച്ച് പേർക്കെങ്കിലും. എന്റെ പേര് സംഗീതം എന്നാണ്. CMA ഫൈനലിസ്റ്റ് ആണ്. എല്ലാവരും എക്സാമിന്റെ പ്രിപ്പറേഷനിലൊക്കെ ആണെന്ന് അറിയാൻ. അപ്പൊ നമ്മൾ അതിനെയൊന്നും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. എക്സാമിന് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ തന്നെയാണിത്. തീർച്ചയായിട്ടും നിങ്ങളിത് കണ്ടിരിക്കും. ഒരു അരമണിക്കൂർ ദൈർഘ്യമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ കാര്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെ? ഇന്റർമീഡിയറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഫൈനലാണ് മെയിൻ എയിം. ആദ്യത്തെ പടി എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് പാസ്സാവുന്നത്. അപ്പൊ ഇത് ക്രാക്ക് ചെയ്യാം എക്സാം പാസ്സാവാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മാത്രമൊന്നും പാസ്സാവില്ല. നമ്മൾ അതിനു വേണ്ടി കുറെ അധികം വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി 30 ദിവസം, ഏറെക്കുറെ 30 ദിവസമേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്. ഇത് നമ്മൾ എഫക്റ്റീവ്ലി യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ടിലേക്ക്, ആ ഒരു എൻഡ് റിസൾട്ടിലേക്ക് എത്തിക്കാനായിട്ട് പറ്റൂ, അല്ലെ? അപ്പൊ അതിന് കുറെ അധികം വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും, കുറെ അധികം സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും, കുറെ അധികം സ്റ്റഡി പ്ലാനുകൾ, സ്മാർട്ട് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനുകൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും, കുറെ അധികം ടിപ്സുകൾ നിങ്ങൾ കരുതേണ്ടതുണ്ട്, അല്ലെ? അങ്ങനെയൊക്കെ നമ്മൾ ഇതിലേക്ക് ആ ഒരു റിസൾട്ടിലേക്ക് എത്തിച്ചേരുള്ളൂ. അല്ല, ഒന്നും എത്തിച്ചേരൂല. കുറെ കുഴച്ച് പഠിച്ചുകൊണ്ട് പോയിട്ടൊന്നും യാതൊരു കാര്യമില്ല, പാസ്സാവൂല. സ്ട്രക്ചറായിട്ട് തന്നെ പോകും. ഓക്കെ. അപ്പോ നിങ്ങൾക്കറിയാം, നമ്മുടെ ഗ്രൂപ്പ് 2 ഇന്റർമീഡിയറ്റ് ഗ്രൂപ്പ് 2 നിങ്ങളെ ആഗ്രഹയിലേക്ക് എത്തിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് പേപ്പർ നമ്പർ 9, ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഓക്കെ. 2016 സിലബസിൽ നിന്ന് 2022 സിലബസ് ആയപ്പോഴത്തേക്കും മെസ്സേജോടെ മെസ്സേജ് ആകും. സാറേ, പോയം ഇതുവരെ നന്നായിട്ട് പോയതാണ്, നന്നായിട്ട് എഴുതാൻ പറ്റുന്ന സബ്ജക്റ്റ് ആയിരുന്നു, നമുക്ക് കോൺഫിഡൻസ് ഉള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. 2022 സിലബസിലേക്ക് മാറുമ്പോൾ നമുക്ക് അത് പാടായിട്ട് മാറുമോ? കൂടുതൽ പ്രോബ്ലംസ് ചെയ്യേണ്ടതായിട്ട് വരുമോ? കൂടുതൽ ഏരിയകൾ പഠിക്കാനുണ്ടോ? ഒന്നുമില്ല. ചെറിയ ഒരു, ഞാൻ പറയാം, ഒരു 10% ഇൻക്രീസ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇത്ര മാത്രം. എക്സ്ട്രാ കുറച്ച് പ്രോബ്ലംസ് ആഡ് ചെയ്തിട്ടുണ്ട് ഓരോ ഏരിയയിലും. അതുപോലെ തന്നെ തിയറിയിലേക്ക് വരുമ്പോൾ, SMയിലേക്ക് വരുമ്പോൾ ഒരു ചാപ്റ്റർ കൂടിയിട്ടുണ്ട്. ആ പ്രശ്നം ഇതുവരെ പഠിച്ച കാര്യങ്ങളാണ്, ബാക്കിയല്ല. അതുകൊണ്ട് 16 സിലബസ് 22 സിലബസ് എന്ന് പറഞ്ഞ് പേടി ഉണ്ടെങ്കിൽ അതങ്ങ് അവോയ്ഡ് ചെയ്തത്, ഒരു പ്രശ്നമില്ല. ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യും. ഓക്കെ. അപ്പോ എങ്ങനെ പഠിക്കണം? ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു പേപ്പർ നിങ്ങൾ എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 80+ അല്ലെങ്കിൽ 70+ സ്കോർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യമാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ. 16 സിലബസും 22 സിലബസും വെച്ച് നോക്കുമ്പോൾ ഓപ്പറേഷൻസ് മാനേജ്മെന്റില് മുൻപ് 70%, അതിൽ നിന്ന് 70% ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു എക്സാമിൽ. 70%. എന്നാൽ ന്യൂ സിലബസിലേക്ക് വന്നപ്പോൾ 60% ആണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്. പ്യുവർ പ്രോബ്ലം പേപ്പറാണ്, കൂടുതലും പ്രോബ്ലംസ് ആണ്. 16 സിലബസിൽ SM എന്ന് പറയുന്ന സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന പേപ്പറിൽ നമ്മൾക്ക് 30% ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ എക്സാമിൽ. എന്നാൽ 22 സിലബസിലേക്ക് വന്നപ്പോൾ ഇത് 40% ആയി. അപ്പോൾ 60-40% ആ റേഷ്യോയിലേക്ക് മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, SMൽ ഒറ്റ ചാപ്റ്ററെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഇവരെങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം, ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏതൊക്കെയാണ് നമ്മൾ ലെസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഒന്നും പഠിക്കേണ്ടെന്ന് ഞാൻ പറയില്ല, പഠിച്ചേ പറ്റുള്ളൂ. A to Z കാര്യങ്ങളും പഠിച്ചേ പറ്റും. പഠിച്ചാൽ മാത്രമേ നമ്മൾ ആ ഒരു മാർക്കിലേക്ക് എത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, 70+, 80+ സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചേ പറ്റും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത്? ആ ഒരു സ്മാർട്ട് സ്റ്റഡി പ്ലാനിലേക്ക് നമ്മൾ പോവാണ്. എല്ലാവരും ഉഷാറായിട്ടിരിക്കുക. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും 70+ സ്കോർ ചെയ്യുമെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആണ്. ഓപ്പറേഷൻസ് മാനേജ്മെന്റ്. നിങ്ങൾക്കറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞു, 60% ചോദ്യമാണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്. അതില് നിങ്ങൾ ആദ്യം, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട മൊഡ്യൂൾസ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ മൊഡ്യൂൾ ഉണ്ട്. അതും പ്രൊജക്ട് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ഉണ്ട്, അതുമാണ്. ഏകദേശം 35% ചോദ്യങ്ങളും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം.
പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ഇവിടെ സിമുലേഷൻ ഉണ്ട്, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, അസൈൻമെന്റ് പ്രോബ്ലം, അതുപോലെ ക്യൂയിങ് മോഡൽ, ഇതെല്ലാം നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുണ്ട്. A to Z പ്രോബ്ലം നമ്മൾ കവർ ചെയ്താണ് പോകുന്നത്. ഇതേ സിലബസിലെ എല്ലാ പ്രോബ്ലം ചെയ്യിച്ചിട്ടാണ്. ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. ഇപ്പൊ ഓൾറെഡി 4 ബാച്ച് റണ്ണിംഗ് ആണ്. 150+ സ്റ്റുഡൻസ് ഉള്ള 4 ബാച്ച് റണ്ണിംഗ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ ടേമിൽ അത്യാവശ്യം റിസൾട്ടും ഉണ്ടായിരുന്നു, എക്സംഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പേപ്പർ. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുത്ത രീതിയിൽ തന്നെയാണ് കേട്ടോ, യാതൊരു വ്യത്യാസവും ഇല്ല. ഇതേ രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. ഞാൻ വീഡിയോ ചെയ്തിരുന്നില്ല, പക്ഷെ ഈ രീതിയിൽ തന്നെയാണ് അവർ ഫോളോ. അതുകൊണ്ട് തന്നെ അവർക്ക് ട്രാക്ക് ചെയ്യാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഓപ്പറേഷൻ മാനേജ്മെന്റിൽ നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് മൊഡ്യൂൾ 4-നും മൊഡ്യൂൾ 6-നുമാണ്. പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ അത്യാവശ്യം വലിയ ചാപ്റ്റർ ആണ്. അതിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. അതെല്ലാം പഠിച്ചിരിക്കാം, കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കാം. അതുപോലെ പ്രൊജക്ട് മാനേജ്മെന്റ് ഡയഗ്രാം വരയ്ക്കാം, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്, പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്, കറക്റ്റ് സിമ്പിൾ സാധനമാണ്. A to Z കാര്യങ്ങൾ നമ്മൾ എല്ലാ പ്രോബ്ലംസും ചെയ്താണ് ക്ലാസ്സുകൾ എടുത്തിരിക്കും. വാങ്ങാനുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇനി വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവർ മേടിച്ചോളൂ. അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഓക്കെ, നെക്സ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് ഈ 5% വരുന്ന ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ. 5% വരുന്ന ഇൻട്രൊഡക്ഷൻ. തീർച്ചയായിട്ടും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എവിടെങ്കിലും എന്തെങ്കിലും MCQ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തീർച്ചയായിട്ടും അത് നിങ്ങൾ പഠിച്ചോ. അപ്പൊ 40 മാർക്ക് ഉണ്ടോ ചൂടായപ്പോ എത്രയായി? 40% നിങ്ങൾക്ക് ഉറപ്പിക്കാം പാസ്സാവാനുള്ളതായി ആയില്ല. അതിൽ കുറച്ച് ഒബ്ജക്റ്റീവ്സും ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെയാണ്. ഓപ്പറേഷൻസ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ്, ഒബ്ജക്റ്റീവ്സ്, റോള്, റീസെന്റ് ട്രെൻഡ്സ്, ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അത് പഠിച്ചോളുക, ഒഴിവാക്കാതെ തന്നെ പഠിച്ചോളുക. അപ്പൊ 40 മാർക്ക് ഉറപ്പായ, 40% മാർക്ക് ഉറപ്പായ. പിന്നെ നിങ്ങൾ സെക്കൻഡ് കാറ്റഗറിയിലേക്ക്. അപ്പൊ ഈ 3 ഈ മൊഡ്യൂളും, അതായത് 1, 4, അതുപോലെ തന്നെ ഏതാ 6, ഇത് ഫസ്റ്റ് കാറ്റഗറി. ഇതാണ് ഫസ്റ്റ് കാറ്റഗറി. ഓക്കെ, സെക്കൻഡ് കാറ്റഗറി നിങ്ങൾ കാണേണ്ടത് 2, ചാപ്റ്റർ നമ്പർ 2, മൊഡ്യൂൾ നമ്പർ 2, 3, അതുപോലെ 5, 7. ഇത് സെക്കൻഡ് കാറ്റഗറി. 1, 4, 6 പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് പഠിച്ചോളുക? 2, 3, 5, 7 എന്ന് പറയുന്ന മൊഡ്യൂൾസുകൾ പഠിച്ചോളുക. ഓക്കെ, ഒരു 20% ചോദ്യം, 20% ചോദ്യം വെറും എന്ന് ഞാൻ പറഞ്ഞെങ്കിലും വെറും ഒരു 20 അല്ല. നിങ്ങളെ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു സ്കോർ നമ്മൾ എപ്പോഴും മനസ്സിൽ വെച്ചോ. അതിലേക്ക് എത്തിക്കാൻ ഹെൽപ്പുള്ള ഒരു കാറ്റഗറിയാണ് ഈ സെക്കൻഡ് കാറ്റഗറി, 2, 3, 5, 7 മൊഡ്യൂൾസ്. അതിലെ 2 ഇമ്പോർട്ടന്റ് ആണ്. ഇതിലെ പ്രോബ്ലംസ്, അതായത് ട്രെൻഡ് കാൽക്കുലേഷൻ. എനിക്ക് +2 കഴിഞ്ഞ് വരുന്ന കുട്ടികൾ ടൈം സീരീസ് അനാലിസിസ് QT പഠിച്ചിട്ടുണ്ടെങ്കിൽ ട്രെൻഡ് കാൽക്കുലേഷൻ പിന്നെ നോക്കേണ്ട കാര്യമില്ല, സിമ്പിൾ സെയിം സാധനം തന്നെ. ദെൻ തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് എന്തുവാണ്? തേർഡ് മൊഡ്യൂള് തിയറിയാണ്. തിയറി സാധനമാണ്, പഠിച്ചോളൂ. കുറച്ച് കാര്യങ്ങളുണ്ട്, പ്രൊഡക്റ്റ് ഡിസൈൻ എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചോളൂ. നല്ലൊരു പ്രൊഡക്റ്റ് ഡിസൈനിന്റെ ഒബ്ജക്റ്റീവ്സ് കാര്യങ്ങളൊക്കെ അതാണ് പഠിച്ചോളൂ. ദെൻ പ്രൊഡക്ടിവിറ്റി മാനേജ്മെന്റ് ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ്, അത്യാവശ്യം കൺസെപ്റ്റ് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ്. അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്. അതിൽ നിന്ന് പ്രോബ്ലംസ് ചോദിക്കും. ടെക്സ്റ്റിൽ ഉള്ളതുപോലെ തന്നെയാണ് ചോദിക്കാറുമിക്കും. കംപ്ലീറ്റ് പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ക്ലാസ്. എക്സ്ട്രാ പ്രോബ്ലംസും വർക്ക്ഔട്ട് ചെയ്യുന്നു. സോ കണ്ടിട്ടുള്ളവർക്ക് ഉപകാരപ്പെട്ടേക്കും, അല്ലാത്തവർ ചെയ്ത് പഠിച്ചിട്ടേ പോകാവൂ കേട്ടോ. ദെൻ 7 ഈ പറഞ്ഞതുപോലെ തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പക്ഷെ അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും. ചില പ്രോബ്ലംസ് അതിലെ എളുപ്പമാണ്, ചില പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ അല്പം ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നത്. പക്ഷെ എല്ലാം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ചാപ്റ്റേഴ്സുകളൊക്കെയാണ് നിങ്ങൾ സെക്കൻഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി പഠിക്കേണ്ടത്.
ഇനി ഇതിന്റെ സീക്വൻസ് ഏതാദ്യം പഠിക്കണം, അതാണ് ഞാൻ പറയുന്നത്. ഏതാദ്യം പഠിക്കണം. OMന്റെ ഒരു ടേം യൂസ് ചെയ്യുകയാണെങ്കിൽ സീക്വൻസ് എന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് കാറ്റഗറിയിലെ ഫോർത്ത് ചാപ്റ്റർ വേണം നിങ്ങൾ ആദ്യം പഠിക്കാൻ. ഫോർത്ത് മൊഡ്യൂൾ വേണം ആദ്യം നിങ്ങൾ പഠിക്കാൻ, പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. ദെൻ നിങ്ങൾ പഠിക്കേണ്ടത് സിക്സ്ത് ഏതായിരുന്നു? പ്രൊജക്ട് മാനേജ്മെന്റ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ആദ്യത്തെ ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ. ഈ സീക്വൻസ് നിങ്ങൾ ഫോളോ ചെയ്യുക. ആദ്യം ഫോർത്ത് ചാപ്റ്റർ പഠിക്കുക, കംപ്ലീറ്റ് ചെയ്യുക. ദെൻ സിക്സ് എടുക്കുക, കംപ്ലീറ്റ് ചെയ്യുക. ഫസ്റ്റ് പഠിക്കുക. സെക്കൻഡ് കാറ്റഗറിയിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ അതിന്റെ സീക്വൻസ് എന്ന് പറയുന്നത് ഏഴാമത്തെ ചാപ്റ്ററിന് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കും, ഏഴാമത്തെ മൊഡ്യൂളിന് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കും. ദെൻ 2 സെക്കൻഡ് ചാപ്റ്റർ, സെക്കൻഡ് മൊഡ്യൂൾ. ദെൻ 3 തേർഡ് വൺ. Then 5. Okay. Live. Live. 5, 7, 2. Live. ഈ ഒരു സീക്വൻസ് നിങ്ങൾ സെക്കൻഡ് കാറ്റഗറി ഫോളോ ചെയ്തോ. ആദ്യം ഏഴാമത്തെ ചാപ്റ്റർ പഠിക്കുക, ദെൻ സെക്കൻഡ് ചാപ്റ്റർ പഠിക്കുക, ദെൻ തേർഡ് മൊഡ്യൂൾ പഠിക്കുക. ഞാൻ ഉറപ്പ് തരാം, തീർച്ചയായിട്ടും നിങ്ങൾ പാസ്സല്ല, നല്ല മാർക്കോടുകൂടി OMന് നിങ്ങൾക്ക് മാർക്ക് ഉറപ്പ് വരുത്താൻ പറ്റും, നല്ല മാർക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. ഓക്കെ. ദെൻ SMലേക്ക് വരുമ്പോൾ SMന് 40% വെയിറ്റേജ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. 40% വെയിറ്റ്. 4 ചാപ്റ്റേഴ്സ് ആണ്, 4 മൊഡ്യൂൾസ് ആണ് നമുക്ക്. 4 മൊഡ്യൂളിനും 10 മാർക്ക് വെച്ചാണ്. 4 മൊഡ്യൂൾ 10 മാർക്ക് വെച്ചാണ്, 10% മാർക്ക് വെച്ചാണ്. ഇതിൽ നിങ്ങൾ ആദ്യം ഇതിനോടകം എനിക്ക് തോന്നുന്നു 16 സിലബസിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് വരുന്ന കുട്ടികൾ ഈ 3 ചാപ്റ്റേഴ്സ് ഓൾറെഡി കവേർഡ് ആയിരിക്കും. ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ, സ്ട്രാറ്റജിക് അനാലിസിസ് ആൻഡ് സ്ട്രാറ്റജിക് പ്ലാനിംഗ്, ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്ട്രാറ്റജി. ഈ 3 ചാപ്റ്റേഴ്സ് ഓൾറെഡി അവർ പഠിച്ചിട്ടുണ്ട്. അവർക്ക് പുതിയതായിട്ട് വരുന്നത് 11ാമത്തെ മൊഡ്യൂൾ ഡിജിറ്റൽ സ്ട്രാറ്റജി. ആദ്യം നിങ്ങൾ അതങ്ങ് പഠിച്ചു. അതായത് 16ൽ നിന്ന് 22ലേക്ക് വന്ന കുട്ടികളോടാണ് ഞാൻ പറയുന്നത്. 16ൽ നിന്ന് 22ലേക്ക് വന്ന കുട്ടികളോടാണ് ഞാൻ പറയുന്നത്. ഇവിടെ നിങ്ങൾ സീക്വൻസ് എന്ന് പറയുമ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടന്റ് ആണ്. അത് ഞാൻ കൺഫേം ചെയ്ത് പറയുകയാണ്. എല്ലാ ചാപ്റ്ററും ഇമ്പോർട്ടന്റ്. സീക്വൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് 16ൽ നിന്ന് 22 സിലബസിലേക്ക് വന്ന കുട്ടികൾ 11th മൊഡ്യൂൾ ആദ്യം പഠിക്കുക. 11th മൊഡ്യൂൾ ആദ്യം പഠിക്കുക. Then 10th, 9th, then 8th. ബാക്കിൽ നിന്ന് പോവാം. ഓക്കെ. ഇനി നേരെ മറിച്ച് 2022 സിലബസ് എടുത്ത് എക്സാം എഴുതാൻ പോകുന്നത് ഫ്രഷ് ആയിട്ട് എടുത്തവര് ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ മുതൽ തന്നെ പഠിച്ചു വരിക. കാരണം നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം, സ്ട്രാറ്റജിക് മാനേജ്മെന്റിനെ പറ്റിയിട്ട് ഒരു ഐഡിയ വേണം. ഓക്കെ. ഞാൻ ഈ പറഞ്ഞ സീക്വൻസ് 2016ൽ നിന്ന് 2022 സിലബസിലേക്ക് വന്നതാണ്. 2022 സിലബസിൽ രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾ, ഇതായിട്ട് രജിസ്റ്റർ ചെയ്ത കുട്ടികൾ 8, 9, 10, 11 എന്നുള്ള സീക്വൻസ് ഫോളോ ചെയ്യാം. ആ രീതിയിൽ പഠിക്കുക. പുഷ്പം പോലെ ഒരു 30% മാർക്ക് ഉള്ളില്ലെങ്കിൽ പോലും ഒരു 30% മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യും. അപ്പൊ ഈ രീതിയിൽ പഠിച്ചു പോകും. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് OMന് 70-80 മാർക്ക് സ്കോർ ചെയ്യാൻ. ഓക്കെ. നമ്മുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഓപ്പറേഷൻ മാനേജ്മെന്റും SM സ്ട്രാറ്റജിക് മാനേജ്മെന്റിനോട് ചേർന്ന് ഒരു 34 ക്ലാസ്സാണ് നമുക്കുള്ളത്. 1.25-1.5 മണിക്കൂറാണ് ദൈർഘ്യം. എല്ലാ ഏരിയകളും കവർ ചെയ്യുന്നുണ്ട്. OMന്റെയും SMന്റെയും സെപ്പറേറ്റ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെയ്യുക, ക്ലാസ്സുകൾ പർച്ചേസ് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും കാണും. കുറെ അധികം ഡൗട്ടുകൾ നമ്മൾ ക്ലിയർ ചെയ്യും. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും എക്സാം പാസ്സാവാൻ പറ്റട്ടെ.
എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. താങ്ക് യു.